തെരുവുനായ പ്രശ്നത്തിൽ സുപ്രധാന ഉത്തരവുമായി സുപ്രീം കോടതി. പൊതുയിടങ്ങളിൽ നിന്ന് തെരുവുനായകളെ മാറ്റാൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി. പിടികൂടുന്ന തെരുവുനായകളെ വന്ധീകരണത്തിന് ശേഷം ഷെൽട്ടറിലേക്ക് മാറ്റണം. നിരീക്ഷണത്തിന് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പട്രോളിംഗ് ടീം ഉണ്ടാകണം. നടപടികളിൽ സംസ്ഥാനങ്ങൾ 8 ആഴ്ചക്കകം സത്യവാങ്മൂലം നൽകണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. വിവരങ്ങൾ നൽകാനായി ഡൽഹിയിൽ നിന്ന് സജു തോമസ്, കോട്ടയത്ത് നിന്ന് ജോസി ബാബു എന്നിവർ ചേരുന്നു. സജുവിലേക്കാണ്. സജു, വളരെ നിർണായകമായ ഉത്തരവാണ് ഇന്നിപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. കാരണം കേരളത്തിലൊക്കെ നമ്മൾ സ്ഥിരമായി കാണുന്നതാണ്, ഓരോ ദിവസവും ഒരു വാർത്തയെങ്കിലും ഈ തെരുവുനായ ആക്രമണവുമായി ബന്ധപ്പെട്ടില്ലാതെ നമുക്ക് കടന്നുപോകാൻ കഴിയുന്നില്ല. ആ ഒരു ഘട്ടത്തിൽ കൂടി ഇത് വളരെ നിർണായകമാണ്. എന്തൊക്കെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളാണ് കോടതി മുന്നോട്ട് വയ്ക്കുന്നത്? അമൃത, പ്രധാനമായിട്ട് 3 നിർദ്ദേശങ്ങളാണ് സുപ്രീം കോടതി ഇപ്പോൾ മുൻപോട്ട് വെച്ചിരിക്കുന്നത്. തെരുവ് നായകളെ പൊതു ഇടങ്ങളിൽ നിന്ന് നീക്കണം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശമാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. അതിന് ഓരോ ജില്ലകൾക്കോ അല്ലെങ്കിൽ ഓരോ സംസ്ഥാനങ്ങൾക്കും നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ചീഫ് സെക്രട്ടറിമാരുടെ തലത്തിൽ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരു റിപ്പോർട്ട് 8 ആഴ്ചക്കുള്ളിൽ സത്യവാങ്മൂലമായി നൽകണമെന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. പൊതുവിടങ്ങളിൽ നായകൾ പ്രവേശിക്കുന്നത് തടയാൻ വേണ്ടിയുള്ള ഫെൻസിംഗ് സംവിധാനം, അതായത് വേലികൾ സ്ഥാപിക്കണമെന്നും സ്കൂളുകൾ, ആശുപത്രികൾ, പാർക്കുകൾ അടക്കമുള്ളവയിൽ നായകൾ പ്രവേശിക്കുന്നുണ്ട്. ഇതൊക്കെയും തടയുന്നതിന് വേണ്ടിയുള്ള ഫെൻസിംഗ് സ്ഥാപിക്കണമെന്നും അതോടൊപ്പം തന്നെ പൊതുവിടങ്ങളിൽ നായകളെ മാറ്റാൻ വേണ്ടിയുള്ള നടപടികൾക്ക് വേണ്ടി പെട്രോളിംഗ് സംവിധാനം ഏർപ്പെടുത്തണമെന്നുള്ള പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം കൂടിയാണ് മറ്റൊരു നിർദ്ദേശമായി സുപ്രീം കോടതി മുൻപോട്ട് വെച്ചിരിക്കുന്നത്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പെട്രോളിംഗ് സംവിധാനമായിരിക്കണമെന്നും ഈ പെട്രോളിംഗ് സംവിധാനത്തിലെ ഉദ്യോഗസ്ഥർ സദാ വിജിലന്റ് ആയിരിക്കണം. ഇവരുടെ ഭാഗത്തുനിന്ന് വീഴ്ച വരികയാണെങ്കിൽ ഇവർക്കെതിരെ നിയമ നടപടിക്ക് മുതിരണമെന്നുള്ള അല്ലെങ്കിൽ നിയമ നടപടി ഉണ്ടാകുമെന്നുള്ള ഒരു നിർദ്ദേശവും കൂടിയാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇന്ന് രാവിലെ 3-അംഗ ബെഞ്ചിന്റെ വിധി എന്തായാലും സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് ഇത് ഏത് തരത്തിൽ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ ആശങ്കകൾ നിലനിൽക്കുകയാണ്. പ്രത്യേകിച്ച് കന്നുകാലികളെയും ഇത്തരത്തിൽ തന്നെ പൊതുയിടങ്ങളിൽ നിന്നും ഹൈവേകളിൽ നിന്ന്, ദേശീയ പാതകളിൽ നിന്ന് മാറ്റണം എന്നുള്ളൊരു നിർദ്ദേശമാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തുണ്ടാക്കിയത്. ഈ നായകളെ പിടിച്ച് വന്ധീകരണം ചെയ്തതിനു ശേഷം ഇവയെ ഷെൽട്ടർ ഹോമുകളിലേക്ക് മാറ്റണമെന്നുള്ളതാണ് മറ്റൊരു നിർദ്ദേശം. അപ്പോൾ ഈ നായകളെ ഷെൽട്ടർ ഹോമുകളിലേക്ക് മാറ്റണമെന്നുള്ള സുപ്രീം കോടതി നേരത്തെ തന്നെ ചില നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ ചില വാക്കാലുള്ള പരാമർശങ്ങളൊക്കെയും സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ട് അതിപ്പോൾ ഒരു ഇടക്കാല ഉത്തരവായിട്ട് വന്നിരിക്കുകയാണ്. 3-അംഗ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ് പറയുന്നത് പൊതുവിടങ്ങളിലുള്ള നായകളെ പിടിച്ച് വന്ധീകരണം ചെയ്തതിനു ശേഷം അവയെ ഷെൽട്ടർ ഹോമുകളിലേക്ക് മാറ്റണമെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ദേശീയപാതകളിൽ അലഞ്ഞു നടക്കുന്ന കന്നുകാലികളെ അവയും ഷെൽട്ടർ ഹോമുകളിലേക്ക് സുരക്ഷിതമായി മാറ്റണമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെയും 2 ആഴ്ചക്കുള്ളിൽ ഈ നടപടികൾ ആരംഭിക്കണമെന്നും അടുത്ത 8 ആഴ്ചക്കുള്ളിൽ തന്നെ സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറിമാർ ഇത് സംബന്ധിച്ച് സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ സമർപ്പിക്കണമെന്നും ഇതിലെന്തെങ്കിലും വീഴ്ച വരികയാണെങ്കിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ സ്നേഹികളടക്കമുള്ളവർ വലിയ പ്രതിഷേധങ്ങളൊക്കെയും ഉയർത്തിയതാണ് സുപ്രീം കോടതി ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ എടുത്ത ചില തീരുമാനങ്ങൾക്ക് വിഘാതമായിട്ട്. പക്ഷേ ഇന്നിപ്പോൾ 2 കൂട്ടർ, അതായത് ഈ നായസ്നേഹികളെ അതോടൊപ്പം തന്നെ നായയുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അവയെ മാറ്റണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുന്ന ജനങ്ങൾക്കും ഉപകാരപ്രദമായിട്ടുള്ള രീതിയിലുള്ള ചില നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് പുറപ്പെടുവിച്ചിരിക്കുന്നത്. 3-അംഗ ബെഞ്ച് പ്രധാനമായിട്ടും മുന്ന് പറയുന്നത് പൊതു ഇടങ്ങളിലുള്ള നായകളുടെ ആവാസ വ്യവസ്ഥ നശിപ്പിക്കാൻ വേണ്ടിയുള്ള നടപടികൾ സംസ്ഥാന തലങ്ങളിൽ ആരംഭിക്കണമെന്നാണ്. അതിന് പോലീസിന്റെയും പഞ്ചായത്തിന്റെയും അതോടൊപ്പം തന്നെ ജില്ലാ തലത്തിലെ ഉദ്യോഗസ്ഥരുടെയും പിന്തുണ ഉണ്ടായിരിക്കണം. ഇവരുടെയൊക്കെയും ഏകീകൃതമായിട്ടുള്ള പിന്തുണയോടുകൂടി മാത്രമേ ഇത് വിജയകരമായി നടപ്പാക്കാൻ സാധിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് ഒരു സ്ഥലത്ത് നിന്ന് പിടിക്കുന്ന നായകളെ അതേ സ്ഥലത്ത് അല്ലെങ്കിൽ അതുമായി ചേർന്നുള്ള മറ്റൊരു സ്ഥലത്ത് തുറന്നു വിടാതെ ദൂരെ മറ്റൊരു സ്ഥലത്തേക്ക് ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റി വന്ധീകരണം ചെയ്തതിനു ശേഷം ആയിരിക്കണം മറ്റൊരു സ്ഥലത്ത് തുറന്നു വിടേണ്ടത് എന്നുള്ള പ്രധാനപ്പെട്ട നിർദ്ദേശമാണ് ഇപ്പോൾ സുപ്രീം കോടതി ഇതിൽ പറഞ്ഞു വെക്കുന്നത്. അതല്ല, ഒരു സ്ഥലത്ത് പിടിക്കുന്ന നായയെ വന്ധീകരണത്തിന് ശേഷം ആ സ്ഥലത്ത് തന്നെ തുറന്നു വിടുകയാണെങ്കിൽ അതിന്റെ ആവാസ വ്യവസ്ഥ നശിക്കത്തില്ല, അത് കൂടുതൽ പ്രശ്നങ്ങൾ കാരണമാകും. അതുകൊണ്ട് തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് തുറന്നു വിടണം എന്നുള്ള ഒരു നിർദ്ദേശവും സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുകയാണ്. എന്തായാലും നായകളുമായി ബന്ധപ്പെട്ടിപ്പോൾ അമൃത സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഓരോ ദിവസവും 100 കണക്കിനുള്ള വാർത്തകളാണ് നമ്മൾ അറിഞ്ഞും അറിയാതെയും വന്നുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ ജീവഹാനി പോലും, കുട്ടികൾക്ക് പോലും ജീവഹാനി സംഭവിക്കുന്ന വലിയ ആക്രമണങ്ങൾ തെരുവുനായയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് അപ്പോൾ സുപ്രീം കോടതി സ്വമേധയാ എടുത്ത കേസുകളടക്കം ഇന്നിപ്പോൾ ഒരു ഉത്തരവുണ്ടായിരിക്കുന്നത്.